Hi friends, welcome to SmilasKitchen. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പം നമുക്കൊന്ന് കാണാം. ആദ്യം ഇതേപോലത്തെ 2 മാങ്ങ എടുക്കുക. അത് നല്ല ഈ പെങ്കനപ്പള്ളി മാങ്ങ നല്ല മധുരമുള്ളതാണല്ലോ, അപ്പോൾ അത് എടുത്താൽ മതി കേട്ടോ. പിന്നെ 4 ബ്രെഡ്, ആട്ട ബ്രെഡിനെ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലോട്ടേക്ക് ഒരു 1/2 ലിറ്റർ പാല് വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് പാലിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇത് കസ്റ്റേർഡ് ആക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ പഞ്ചസാര ഇടുക, 1/4 കപ്പ് പഞ്ചസാര. പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഇത്തിരിയും കൂടെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് കസ്റ്റേർഡ് ആക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതേപോലെ മാങ്ങ മിക്സിയിൽ ഒരു മാങ്ങ എടുത്തിട്ട് ഇതേപോലെ പൾപ്പാക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇവിടെ കസ്റ്റേർഡും അങ്ങോട്ട് ആക്കുക. നല്ല തിക്കായിട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ മീഡിയം ഫയറിലിട്ട് ചെയ്താൽ മതി. ഇത് മിൽക്ക് മെയ്ഡും പാലും ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലിൽ, ഇളം ചൂട് പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ബ്രെഡ് ക്യൂബ് ആക്കിയിട്ട് വെക്കണം. ആട്ട ബ്രെഡ് ആട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ കസ്റ്റേർഡ് ഈ കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് അതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നല്ല തിക്കാക്കി കൊണ്ടുവരിക. നല്ല തിക്ക് എന്ന് വെച്ചാൽ നല്ല തിക്കാകുമ്പോൾ ഈ പൾപ്പും കൂടി ഇടുമ്പോൾ കറക്റ്റാവുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ സെമി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഈ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവില്ല, പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സെമി പുഡിംഗ് ആണ്. അപ്പം ഇത് നല്ലോണം അങ്ങോട്ട് ആക്കി റെഡിയാക്കി അത് തണുക്കാൻ വെക്കുക. ഇവിടെ ബ്രെഡും നമ്മൾ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേ എടുക്കുക. പുഡിംഗ് ട്രേ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേർഡിൻ്റെ ഇതില്ലേ ബൗളില്ല, അതിലോട്ടേക്ക് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഡിപ്പ് ചെയ്ത് വെക്കുക. മിൽക്ക് മെയ്ഡും പാലും ബ്രെഡും കൂടെ വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ മറ്റേ പൾപ്പിൽ, ഈ മാംഗോ പൾപ്പിൽ ഒരു ഇത്തിരി എസൻസും കൂടി ഇടണം കേട്ടോ. മാംഗോ എസൻസ് ഒരു ഇത്തിരി പൊടി ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് അത് ഇതിലോട്ടേക്ക് ഒഴിക്കുക. ഈ കസ്റ്റേർഡ് ഒരു ഇളം ചൂട്ടിൽ വേണം അങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഇങ്ങനെ ക്യൂബായിട്ട് പൊങ്ങിയാലും ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു ദിവസം മൊത്തം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് അത് നല്ലോണം തണുത്ത് വരുമ്പോഴത്തേക്ക് ആ സെർവ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾ വേറൊരു മാങ്ങയും കൂടി ഇല്ലേ, അത് മിക്സിയിലോട്ടേക്ക് ഇതേപോലെ കഷ്ണിച്ചിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇടുക. ലോ ഷുഗർ ആട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. ലോ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ ഷുഗർ ഇട്ടാലും മതി കേട്ടോ. അപ്പം ബീറ്റ് ചെയ്ത് അത് പൾപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതേപോലെ ക്ലിംഗ് റാപ്പ് മാറ്റി വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഫുൾ സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ടേക്ക് ഈ പുഡിംഗ് ഇല്ലേ, ഈ നമ്മൾ മാങ്ങ നല്ലോണം പൾപ്പാക്കി മാറ്റി വെച്ചില്ലേ പഞ്ചസാര ഇട്ടിട്ട്, അത് അതിൻ്റെ മുകളിലോട്ടേക്ക് വയ്ക്കുക. അല്ലെങ്കിൽ അത് മൊത്തം ഇട്ട് ഒരു ഇതേപോലെ ഡിഷിലാക്കിയിട്ട് പുഡിംഗ് ഡിഷില്ലേ അതിലോട്ടേക്ക് ഇട്ടതിന് ശേഷം അത് പിന്നെയും 1 മണിക്കൂറത്തേക്ക് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗസ്റ്റിന് സെർവ് ചെയ്ത് നോക്കുക. അടിപൊളി മാംഗോ ഡെസേർട്ട്. അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക് യു.